ഔദ്യോഗിക വെബ്സൈറ്റിന് നേരെയുണ്ടായ സൈബർ ആക്രമണ ശ്രമം പ്രതിരോധിച്ചുവെന്ന് CBSE. സേവനം തടസ്സപ്പെടുത്താനും അനധികൃതമായി ഫയലുകൾ ആക്സസ് ചെയ്യാനുമുള്ള ശ്രമവും ഉണ്ടായി എന്ന് അധികൃതർ അറിയിച്ചു. 3 മണിവരെ 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിച്ചെന്നും CBSE അറിയിച്ചു. വിനിത VG ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. വിനിത, ആദ്യഘട്ടത്തിലൊന്നും ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ CBSE അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? അസിത, ഇന്നാണ് വിദ്യാർത്ഥികൾക്കായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാങ്കേതിക തടസ്സം കാരണം ഈ പോർട്ടലിലേക്കുള്ള പ്രവർത്തനം അത് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്നാണ് വിദ്യാർത്ഥികൾക്കുള്ള ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ഈ പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ വീണ്ടും സൈബർ ആക്രമണ ശ്രമം ഉണ്ടായെന്നാണ് ഇപ്പോൾ CBSE തന്നെ വിശദീകരിക്കുന്നത്. ഒരു വിശദീകരണ കുറിപ്പ് CBSE തന്നെ അവരുടെ എക്സ്പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സൈറ്റിന് നേരെ സൈബർ ആക്രമണ ശ്രമം ഉണ്ടായെന്നും ഈ ശ്രമം പ്രതിരോധിച്ചു എന്നുമാണ് CBSE പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിവരെ 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഈ അപേക്ഷകൾ അവർ വിജയകരമായി തന്നെ അവർക്കത് സമർപ്പിക്കാൻ കഴിഞ്ഞുവെന്നും പറയുന്നുണ്ട്. ഒപ്പം ഈ വിദ്യാർത്ഥികൾക്കായി സാധ്യമായ വിധത്തിൽ എല്ലാ ശ്രമങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുവെന്നും CBSE അറിയിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ചില ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ശ്രമം, അത് അനധികൃതമായ ഒരു നീക്കം ഉണ്ടായെന്നാണ് CBSE ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ നീക്കം ഞങ്ങൾ പ്രതിരോധിച്ചുവെന്നും CBSE പറയുന്നുണ്ട്. ഒപ്പം ഈ പോർട്ടൽ, അതായത് നിരവധി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ CBSE പുനർമൂല്യനിർണ്ണയത്തിനായി ഈ പോർട്ടൽ ആക്സസ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു സൈബർ ആക്രമണത്തിനായിട്ടുള്ള ഒരു ശ്രമം നടന്നതെന്നും അതിൽ ഈ പറയുന്നത് പോലുള്ള അവരുടെ തന്നെ ചില ഫയലുകൾ, അത് അനധികൃതമായി ഈ ഫയലുകൾ ആക്സസ് ചെയ്യാൻ ശ്രമം നടത്തിയെന്നുമാണ് CBSE പറയുന്നത്. ഈ നീക്കം ഏതാണെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും ഈ സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ മുന്നോട്ട് പോവുകയാണെന്നും വിദ്യാർത്ഥികൾക്ക് സാധ്യമാവുന്ന രീതിയിൽ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നുമാണ് CBSE നൽകുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.